പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആബിദ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എഡിറ്റിംഗ് സൗകര്യം ഇന്ന് 11-ാം തീയതിയും നാളെ 12-ാം തീയതിയും ആണ് എഡിറ്റിംഗ് ഉള്ളത്. നാളെ എത്ര ടൈം വരെയെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. പരമാവധി നാളെ നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും വൈകുന്നേരം 5 മണി വരെ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡേറ്റ് 11-12. മറ്റൊന്ന് ഇതിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എഡിറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടതിന്റെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. അടുത്തത്, എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. മുൻപ് എഡിറ്റിംഗിൽ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ എഡിറ്റിംഗിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയവർ, ഇപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്തവർ, ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ പോലുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇതിൽ ഗവൺമെന്റ് കോളേജ് കൊടുക്കാം, എയ്ഡഡ് കോളേജ് കൊടുക്കാം, സെൽഫ് ഫിനാൻസിങ് കോളേജ് നൽകാൻ സാധിക്കും. ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് സപ്ലിമെന്ററി ആയിട്ടായിരിക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതിന് കാരണം ഒരു വട്ടം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നത് ഓപ്ഷനുകൾ കൊടുക്കാനാണ്. അപ്പൊ 20 ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം. 20 ഓപ്ഷനിലെ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യും. പിന്നീട് റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ വന്നാലേ അഡ്മിഷൻ ലഭിക്കും. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കണം എന്നില്ല. അതിന് പ്രധാന കാരണം, ചിലപ്പോൾ 1000 ആളെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സീറ്റൊക്കെ ആയിരിക്കും കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടാവും. സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കമ്മ്യൂണിറ്റി കോട്ടക്ക് ഈ ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് ലഭിക്കണം എന്നില്ല. കമ്മ്യൂണിറ്റി കോട്ടക്ക് നിലവിലുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അതിൽ നിന്നുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോളേജിൽ 0 സീറ്റ് വേക്കൻസിയാണ്. അവിടേക്ക് വിദ്യാർത്ഥികൾ അവിടെ സീറ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കേണ്ട. അതിന് പ്രധാന കാരണം, ഇപ്പോൾ ഒരു കോളേജിൽ 60 സീറ്റാണ് ഉള്ളത് എന്ന് കരുതാം. അത് 60 ഫുൾ ആയിട്ടുണ്ട്. നിലവിൽ 60 ഫുൾ ആയിട്ടുണ്ട്. ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ 60-ൽ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു കോളേജ് കിട്ടി, ഈ കുട്ടി ഇവിടുന്ന് TC വാങ്ങിപ്പോയാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു സീറ്റ് വേക്കൻസി വരും. അതുകൊണ്ട് സീറ്റ് വേക്കൻസി 0 ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള 20 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഗവൺമെന്റ് കോളേജ് കൊടുക്കാം, എയ്ഡഡ് കോളേജ് കൊടുക്കാം, സെൽഫ് ഫിനാൻസിങ് കോളേജും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് വൃത്തിയോടുകൂടി എഡിറ്റിംഗ് ചെയ്യുക. എഡിറ്റിംഗ് ചെയ്യുന്നതിന് ഫീസൊന്നും ഇല്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതിനാൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.